Parle Fab in yummy chocolate and vanilla crème. ഈസ്റ്റ് ഓർ വേസ്റ്റ്, ഡോഗിയാണ് ബെസ്റ്റ്. ബാക്കിയുള്ള ആനിമൽസ് വീട്ടിൽ ചെയ്യണം റേസ്റ്റ്. കള്ളന്മാരെയും കൊള്ളക്കാരെയും പറപ്പിക്കും, ഗുണ്ടകളെ ഫുട്ബോളായി തട്ടിക്കളിക്കും, നാട്ടുകാരെ വെട്ടിലാക്കിയാൽ വട്ടം കറക്കും, യോയോ വട്ടം കറക്കും. ഡോഗിയാണ് ഈ നാട്ടിൽ എന്നും ബെസ്റ്റ്. ഈസ്റ്റ് ഓർ ബെസ്റ്റ്, ഡോഗിയാണ് ബെസ്റ്റ്. കണ്ടു ആ മരത്തിൽ പക്ഷികളുടെ നെസ്റ്റ്. ഈസ്റ്റ് ഓർ വെസ്റ്റ്, ഡോഗിയാണ് ബെസ്റ്റ്. എടാ നീ എന്തായി കാണിച്ചത് പോപ്പർ? എടാ നിന്റെ ഈ പാട്ട് കേൾക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ഞാൻ ഇതിന്റെ ഈ കാസറ്റ് വലിയുന്ന ശബ്ദം മാത്രം കേട്ട് ഡാൻസ് കളിക്കുന്നത്. അതിന്റെ ശബ്ദത്തിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ. റേഡിയോ എന്റെ അടുത്ത് തന്നേക്ക് പോപ്പർ. നിനക്ക് എന്ത് പറ്റി സോർദാറേ? വട്ട് പിടിച്ചോ? അങ്ങോട്ട് മാറിയിക്കേ. ഹണി, എന്റെ ജ്യൂസിന്റെ ഗ്ലാസ് ഒന്ന് എടുത്തു തരൂ. നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? ഇതാ നോക്കിയേ, എന്റെ രണ്ട് കൈയും ബിസിയാണ്. കുഴപ്പമില്ല, ഞാൻ തന്നെ പോയി എടുത്തോളാം. എടാ ഹണി, താങ്ക് യു. ഇന്ന് നിന്റെ മടി കാരണം ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ റേഡിയോന്റെ പുറത്ത് കൊണ്ടേനെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം. ഞാനാണ് ബാബു റാവു ഐസ് ക്യൂബ്. ഞാൻ ജനിച്ചത് ഫ്രിഡ്ജിലായിരുന്നു. അതുകൊണ്ട് എന്റെ വീട്ടുകാർ എന്റെ പേരിനോടൊപ്പം ഐസ് ക്യൂബ് എന്നും ചേർത്തു. ഇന്നത്തെ ചൂടുള്ള വാർത്ത: ഇന്ന് രാവിലെ മുതൽ ജനങ്ങളുടെ വീടുകളിൽ മോഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇനി വീടിന്റെ വാതിലെങ്ങാനും അടയ്ക്കാൻ മറന്നോ? എന്താ മോഷണോ? എന്നാ ഞാൻ ഇപ്പൊ തന്നെ പോയി വാതിലടയ്ക്കാം. ജനലൊന്നും തുറന്നിട്ടില്ലല്ലോ. പറഞ്ഞതുപോലെ ഞാൻ എല്ലാ ജനലുകളും അടച്ചു. ജനൽ അടച്ചിട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല അനിയ. കാരണം കള്ളൻ പാമ്പാണ്. എങ്ങനെങ്കിലും അകത്ത് കടന്ന് മോഷണം നടത്തിയിട്ട് പോകും. പിന്നീട് ആ പാമ്പ് എങ്ങോട്ടാണ് മുങ്ങുന്നതെന്ന് ആർക്കും പിടികിട്ടത്തില്ല അനിയ. ഇതാ കള്ളൻ പാമ്പാണെന്നാ തോന്നുന്നേ. എന്റെ ചേട്ടാ, ഇതുവഴി ഏതെങ്കിലും ഒരു പാമ്പ് പോകുന്നത് അങ്ങ് കണ്ടായിരുന്നോ? പച്ച നിറത്തിലുള്ള പാമ്പ്, അതും ഒരു കോബ്ര. നിങ്ങളിപ്പോ അതിനെയാണോ അന്വേഷിച്ച് നടക്കുന്നത്? നിങ്ങൾക്കത് കിട്ടിയോ സാർ? എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ അതിനെ കണ്ടായിരുന്നോ? അല്ല, അത് പിന്നെ ഞാൻ കണ്ടില്ല. എന്റെ ഊഹം വെച്ച് നോക്കുകയാണെങ്കിൽ അത് ആ ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കാണണം. അയ്യോ, എന്റെ ലെഫ്റ്റിലേക്ക് അല്ല സാർ പറഞ്ഞത്, നിങ്ങളുടെ ലെഫ്റ്റിലേക്കാണ്. ചിലപ്പോ പറയാൻ പറ്റില്ല സാർ. നിങ്ങളുടെ ലെഫ്റ്റ് ആ പാമ്പിന്റെ റൈറ്റ് ആണെങ്കിലോ? പക്ഷെ പാമ്പുകൾക്കാണെങ്കിൽ സാധാരണ കൈ ഉണ്ടാവാറില്ലല്ലോ. അപ്പൊ പിന്നെ അവർക്ക് ഏതാ റൈറ്റ്? കൊച്ചലിയ, എനിക്ക് തോന്നുന്നതേ ഇയാള് നമ്മളെ വെറുതെ പറ്റിക്കുകയാണെന്നാണ്. നിങ്ങളെ സഹായമൊന്നും വേണ്ട, ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. Slide, swim, glide. Feel the fun of Fab ride. Feel the Fab. Parle Fab in yummy chocolate and vanilla crème. എടാ,
മേഡം നമുക്ക് വേണ്ടി കൊണ്ടുവച്ച പേസ്ട്രി പോലും നമ്മൾ കഴിച്ചില്ല. ഫ്രിഡ്ജിലുണ്ടായിരുന്ന കുൾഫിയും ആ പാമ്പ് എടുത്തോണ്ട് പോയി. എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ആ പാമ്പിനെ കണ്ടുപിടിച്ചേ പറ്റൂ. വേഗം വാ. ഓ ഓ ഓ ഞാൻ കുറച്ച് മോഷണം നടത്തിയിട്ടുണ്ട്. നമുക്കത് ഇപ്പൊ തന്നെ പങ്കുവയ്ക്കാം. ഇതിൽ പിസയുണ്ട്. ഇതിലെ പിസ എനിക്ക്, ഈ പേട്ടി നിനക്ക്. എന്താ സമ്മതമല്ലേ? അപ്പൊ അത് ഓക്കെ ആയി. ഇനി നമുക്ക് ഉടുപ്പുകളൊക്കെ പങ്കുവയ്ക്കാം. ദേ ഈ ഷോൾ എനിക്ക്, ഈ ഷർട്ടും കുർത്തയൊക്കെ നിനക്ക്. പക്ഷെ ഇത് നീ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? അതുകൊണ്ട് ഞാൻ തന്നെ എടുത്തോളാം. ഓക്കേ? യെസ് യെസ്, നീ എന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട്ണർ തന്നെയാണ്. ഇനിതാ നമുക്ക് ഈ കാശ് പങ്കുവയ്ക്കാം. ആരാണോ ഈ പണക്കിഴിയിൽ ആദ്യം കൈവയ്ക്കുന്നത് അവർക്കായിരിക്കും പണം മുഴുവനും കിട്ടുന്നത്. കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആകൂ പാർട്ട്ണർ. ഇപ്പൊ നമ്മുടെ പങ്കുവെക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നു. വരൂ, വീണ്ടും നമുക്ക് മോഷണം തുടങ്ങാം. എന്നിട്ട് അതൊക്കെ പങ്കുവെക്കാം. എന്താ, ഓക്കെ അല്ലേ? അനിയ, നീ ഇതുവഴി ഏതെങ്കിലും പാമ്പ് പോകുന്ന കണ്ടായിരുന്നോ? എന്റെ കൊച്ചലി, ആ കുതിരയുണ്ടല്ലോ, പുല്ല് കഴിക്കുന്ന തിരക്കിലായിരുന്നെന്ന് തോന്നുന്നു. പാമ്പിനെ കിട്ടി. പക്ഷെ ഈ പാമ്പ് വല്ലാണ്ട് കറുത്തിരിക്കുവാണല്ലോ. എടാ, അത് പാമ്പല്ല, ആനയുടെ തുമ്പിക്കയ്യാ. അതായത് പിടിവിടറാ. ക്ഷമിക്കണ ആനച്ചേട്ടാ, ഞങ്ങള് കുട്ടികളാണ്, ഞങ്ങള് വെറുതെ വിടണേ. എന്നാ ശരി, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ആനച്ചേട്ടാ, ഇതുവഴി ഒരു പാമ്പ് പോകുന്ന ചേട്ടൻ കണ്ടായിരുന്നോ? അവനൊരു വലിയ കള്ളനാ. അതെ അതെ, കുറച്ചു നേരം മുമ്പ് ഇതുവഴി പോകുന്ന കണ്ടു. നിക്കടോ അവിടെ. നിനക്കങ്ങനെ ധൈര്യം വന്നു എന്റെ ബാഗ് മോഷ്ടിക്കാൻ? നിക്കടാ കള്ളപ്പാമ്പേ, എന്നെ ഇങ്ങനെ ഓടിക്കരുത്. നിക്കടാ അവിടെ. അതെ, ഒരു മിനിറ്റ്. ഇതുവഴി ഒരു പാമ്പ് വരുന്നത് താൻ കണ്ടായിരുന്നോ? അല്ല, അത് പിന്നെ സാർ, ആ പാമ്പ് ഇതുവഴി പോകുന്നത് ഞാൻ കണ്ടില്ല. അല്ല, സാറല്ലേ സിനിമയിലേക്ക് അഭിനയിക്കുന്ന ആള്? ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. കണ്ടതിൽ ഒരുപാട് സന്തോഷം. പിന്നൊരു കാര്യം, താൻ കുളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ വന്ന കാര്യം മറന്നു പോകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇനി പറയൂ, താൻ ആ പാമ്പിനെ കണ്ടോ? അല്ല, അത് പിന്നെ സാറ് പറയുന്ന പാമ്പ് അല്ല. എനിക്ക് സാറിന്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ കൊള്ളാവുന്നുണ്ട്. നോക്ക്, ഇയാളെ തന്നെയല്ലേ നമ്മൾ രാവിലെ കണ്ടത്? ആ പാമ്പിനെ കണ്ടെത്താനൊന്ന് സഹായിക്കുമോ? അത് പിന്നെ എനിക്ക് താങ്കളെ സഹായിക്കാൻ കഴിയില്ല സാർ. അത് പിന്നെ എനിക്ക് വളരെ അർജന്റായിട്ട് വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സാർ. എന്നോട് ക്ഷമിക്കണം സാർ. നോക്കേ, ഇത് അതേ പാമ്പ് തന്നെയാണ്. ഇവനാണ് നമ്മുടെ വീട്ടില് മോഷണം നടത്തിയത്. ഈ താഴെ കിടക്കുന്ന ഇയാളും പാമ്പും തമ്മില് ഒത്തു കളിക്കാണെന്നാ തോന്നുന്നത്. വെറുതെ എവിടെ പിടിക്കവരെ. എന്റെ കളത്തരെല്ലാം പിടിക്കപ്പെട്ടു. ഇനി ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുന്ന. കൂട്ടുകാരെ, ഇന്ന് എന്റെ ഇടി കൊണ്ട് ഇവൻ അറിയും ഞാൻ ഏത് നാട്ടിൽ നിന്നാ വന്നിരിക്കുന്നതെന്ന്. സംശയം നാടിനെ കുറിച്ച് അവനോട് പറഞ്ഞേക്കല്ലേ. പിന്നീട് നിന്റെ നാട്ടിലുള്ള വീടുകളിലായിരിക്കും അവൻ മോഷണം നടത്തുന്നത്. നിങ്ങൾ വിചാരിച്ചിട്ട് ഈ ഒരു പച്ചില പാമ്പിനെ പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്നെ എങ്ങനെ പിടിക്കാൻ പോകുന്നെന്ന് എനിക്കൊന്ന് കാണണം. എല്ലാ കള്ളന്മാരുടെ വിചാരം ഇത് തന്നെയാ, ആർക്കും അവരെ പിടിക്കാൻ കഴിയില്ലെന്ന്. പഴയ സിനിമകളെടുത്ത് നോക്കിയാൽ കാണാം അവസാനം കള്ളന്മാർ പിടിക്കപ്പെടുന്നേ.
എടാ അങ്ങനെ നിന്നെ ഞങ്ങളെ കൈയോടെ പിടികൂടി. പോപ്പട്ടെ, അതൊരു പാമ്പാണ്. അപ്പൊ പിന്നെ കൈയോടെ പിടികൂടി എന്ന് പറഞ്ഞാ ആരും വിശ്വസിക്കില്ല. അവനാകെ തലയും വാലും മാത്രമല്ലേ ഉള്ളൂ. പിന്നീട് ഉള്ളതാണെങ്കിൽ നല്ല കുരുട്ടുബുദ്ധിയും. ഒരാൾ സ്കെച്ച് ചെയ്തിട്ട് പതിയെ അയാളുടെ പുറകെ കൂടും. തല മുതൽ കാല് വരെ അഴിഞ്ഞ് മൊത്തത്തിൽ അയാളെ കൊള്ളയടിക്കും. അയ്യോ സാറേ, തലയിലും കഴുത്തിലും കാലിലും മാത്രമല്ല കയ്യിലും ഉണ്ട്. ഞാൻ ചുമ്മാ കൈ ഒന്ന് അവോയ്ഡ് ചെയ്തതാണ്. ഇപ്പൊ താൻ തന്നെ കൈന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് അയ്യോ, എന്നെ തല്ലിക്കൊല്ലല്ലേ. ഈ ദിവസം മുഴുവനും നിങ്ങൾ തല്ലാൻ പോവാണ് എന്നെ. ഞാനൊരു പാവം കള്ളനാണെന്നേ. അയ്യോ, എന്നെ തല്ലല്ലേ. ആ പറഞ്ഞ ശരി തന്നെയാണ്. നിന്നെ ഒരു ദിവസം മുഴുവനും തല്ലാൻ കഴിയില്ല. അതെ, നമ്മൾ ക്ഷീണിച്ചു പോവും. ഐഡിയ. അയ്യോ സാറേ, ഇത് സ്റ്റണ്ടിനുള്ള സമയമല്ല. ഞങ്ങളെ തൽക്കാലം വെറുതെ വിടണം സാർ, പ്ലീസ് സാർ. യെസ് യെസ് എന്നാണ് പറയുന്നത് സാർ. അതെ അതെ, തീർച്ചയായും നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടും. പക്ഷെ ഇവിടെയെങ്ങും അല്ല, അത് ആ പോലീസ് സ്റ്റേഷൻ. ഈഷ്, ഇത് അതേ പാമ്പ് തന്നെയാണല്ലോ. അപ്പൊ ഇവനായിരുന്നു ഇഴഞ്ഞു നടന്ന് എല്ലായിടത്തും കൊള്ളയടിക്കുന്നത്. അപ്പോൾ ഈ കിടക്കുന്നത് നിന്റെ കൂട്ടുകാരൻ തന്നെയാണോ? അതെ അതെ, ഞാൻ ഇവന്റെ കൂട്ടുകാരനല്ലേ. അല്ല, സത്യം. ഈഷ്, ഇവൻ പറയുന്നത് നിന്റെ കൂട്ടുകാരനാണെന്നാണ്. അയ്യോ സാർ, അവൻ പറഞ്ഞത് എസ് എന്നല്ല, അവൻ ശബ്ദമുണ്ടാക്കിയതാണ്. നീ കുറെ പേരെന്ന് കാശടിച്ചു. ഇനി ജയിലിൽ പോയി ചപ്പാത്തി അടിക്കും.